إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും തൗഹീദിന്റെ പ്രാധാന്യവും പ്രത്യേകതയും അതുപോലെ ശിർക്ക് എന്താണെന്നും അതിന്റെ അപകടമെന്താണ് എന്നതും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും കേരളത്തിൽ ചൂടേറിയ ചർച്ചകൾ, ആരാണ് മുസ്ലിം, ആരാണ് കാഫിർ, ആരൊക്കെ മുസ്ലിമാണെന്ന് പറയാം, ആരെക്കുറിച്ചൊക്കെ കാഫിറാണെന്ന് പറയാം, ഇങ്ങനെയുള്ള വലിയ വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാത്തവൻ മുസ്ലിമല്ല എന്നും, മറ്റൊരു കൂട്ടർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുകയും പറയുകയും മുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കുകയും ചെയ്യുന്നവൻ, അവൻ എന്തു ചെയ്താലും, എത്ര ശിർക്ക് ചെയ്താലും, 10 കൊല്ലം ശിർക്കിൽ ജീവിച്ചാലും അവൻ മുസ്ലിം തന്നെയാണ് എന്നൊക്കെയുള്ള രണ്ട് വാദഗതികളാണ്. 10 വർഷം ശിർക്ക് ചെയ്താലും എന്നത് വെറുതെ പറഞ്ഞതല്ല, അത് ഒരു സംസാരത്തിന്റെ ഭാഗമാണ്. 10 വർഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവൻ ശിർക്കിൽ ജീവിച്ചാലും അവൻ മുസ്ലിമായി തന്നെ പരിഗണിക്കണം. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിമാകുമോ? ഇല്ല. ഏതൊരു കാര്യവും ഒരാൾ ഒന്നെടുത്ത് നിസ്കരിച്ചു, പക്ഷെ അവന്റെ നമസ്കാരം ശരിയാകണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നമസ്കരിച്ചാലേ നമസ്കാരമാവുകയുള്ളൂ. നമസ്കരിച്ചു എന്നതുകൊണ്ട് അയാളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. നമസ്കാരം ഒരു ഉദാഹരണം മാത്രം. ഏത് കാര്യങ്ങൾ പരിശോധിച്ചാലും നിശ്ചയിക്കപ്പെട്ട ഉപാധികളോടുകൂടി, ഷർത്തോടുകൂടി ചെയ്യുമ്പോഴാണ് ആ ഒരു കാര്യം സ്വീകരിക്കപ്പെടുന്നത്. അത് നമസ്കാരമായാലും വുളു ആയാലും നോമ്പായാലും സക്കാത്തായാലും ഹജ്ജായാലും ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമല്ല ഒരാളുടെ വിശ്വാസം എന്ന് പറയുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനവും. പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അള്ളാഹുവാണ് ആരാധ്യൻ എന്ന് ഒരാൾ അംഗീകരിച്ചു എന്നതുകൊണ്ട് മാത്രം, അങ്ങനെ ഒരാൾ മനസ്സിലാക്കി എന്നതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവുകയില്ല. മറിച്ച് അതിന്റെ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഹസൻ ബസ്രി റഹിമഹുല്ല, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ചില ആളുകൾ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരൊക്കെ സ്വർഗത്തിലാണല്ലോ, അത് ഹദീസാണ്. ആ ഹദീസിന്റെ ഭാഗം ഹസൻ ബസ്രിയോട് ചോദിക്കുകയാണ്, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനൊക്കെ സ്വർഗത്തിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവചനത്തിന്റെ ഹക്ക്, അത് പറയുന്ന ഒരാളിൽ ഉണ്ടാകേണ്ട കടമകൾ എന്താണോ ആ കടമകൾ അയാൾ നിർവഹിക്കുകയും അതുമൂലം ഉണ്ടായിത്തീരുന്ന ഫർള്, ബാധ്യതകൾ, നിർബന്ധങ്ങൾ എന്താണോ അതൊക്കെ അയാൾ നിർവഹിക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, അപ്പോഴാണ് അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ പോവുകയില്ല എന്നർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് മാത്രം എടുത്താൽ പോരാ, വേറെ ഒരുപാട് ഹദീസുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ പറയണം, എങ്ങനെ ഉൾക്കൊള്ളണം, എപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ മുസ്ലിമായി ഗണിക്കപ്പെടുക, എപ്പോഴാണ് അയാൾ സ്വർഗത്തിൽ പോവുക എന്നത്. ഇതേപോലെ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സ്വർഗത്തിന്റെ താക്കോലല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അതിന് അത്തരം പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള മറുപടി, അതെ, സ്വർഗത്തിൽ കയറാനുള്ള താക്കോൽ, സ്വർഗം തുറക്കാനുള്ള താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. പക്ഷെ ആ താക്കോലിന് ചില പല്ലുകളുണ്ട്. ഇപ്പൊ എല്ലാ താക്കോൽ, ഒരു ഇരുമ്പിന്റെ കഷ്ണം കൊണ്ടുപോയിട്ട് പൂട്ടിനുള്ളിൽ തിരിച്ചാൽ പൂട്ട് തുറക്കൂല. ആ പൂട്ട് തുറക്കണമെങ്കിൽ ആ പൂട്ടിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട താക്കോൽ ഉപയോഗിക്കണം. താക്കോലിന്റെ സൈഡിൽ വരകളുണ്ടാവും, ചാലുകളുണ്ടാവും, അതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. എല്ലാ പൂട്ടും എല്ലാ താക്കോലും വളരെ വൈദ്യല്ല. അതുപോലെ തന്നെ അതിന്റെ ഒരു ഭാഗത്തോ 2 ഭാഗത്തോ ചില മടക്കുകൾ ഉണ്ടാവും, പല്ലുകൾ എന്ന് പറയും അതിന്. ഈ പല്ലുകൾ യഥാർത്ഥ പല്ലുള്ള ആ പൂട്ടിന്റേതായ താക്കോൽ കൊണ്ട് തുറന്നാലേ ആ പൂട്ട് തുറക്കുള്ളൂ. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് സ്വർഗത്തിന്റെ താക്കോൽ. പക്ഷെ ആ താക്കോലിന് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ചില പല്ലുകളുണ്ട്. ആ പല്ലേതാ? അതിന്റെ ഷർത്തുകളാണ്. ഈ പല്ലുകൾ പാലിച്ചുകൊണ്ട്, അതായത് ഷർത്തുകൾ പാലിച്ചുകൊണ്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപയോഗിച്ചാൽ സ്വർഗത്തിൻ വാതിൽ തുറക്കാൻ പറ്റും. അതല്ലാതെ വെറൊരു ഇരുമ്പിന്റെ കഷ്ണം കൊണ്ടിട്ട് തുറന്നാൽ തുറക്കൂല എന്നതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെറുതെ പറഞ്ഞാൽ സ്വർഗത്ത് കയറാൻ കഴിയില്ല എന്ന് ഉദാഹരണ സഹിതം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും
ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരാൾ എപ്പോഴാണ് മുസ്ലിം ആവുക എന്നതിന് ചില ഉപാധികൾ, ചില നിബന്ധനകൾ, ചില ഷർത്തുകൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ എണ്ണീട്ടുണ്ട്. അതിലൊരു 6-7 എണ്ണം വളരെ പ്രധാനപ്പെട്ടതായി എല്ലാ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് അവരെ വകയായി പറഞ്ഞതല്ല, ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞവയാണ്. വിശദീകരിക്കാതെ വളരെ ചുരുക്കി ആ കാര്യങ്ങൾ പറയുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ഷഹാദത്ത് ചെല്ലണം. എന്താ ഷഹാദത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ 2 കാര്യങ്ങൾ സാക്ഷ്യം എന്ന് പറയും. ഈ സാക്ഷ്യം ഒരാൾ പറയണം. അപ്പൊ അത് വെറുതെ പറഞ്ഞാൽ മതി. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരുത്തം പറഞ്ഞു. അപ്പൊ ഒരു അറബി അറിയാത്ത ഒരുത്തനെ പിടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓനെ കൊണ്ട് പറയിപ്പിച്ചു, ഓൻ സാക്ഷ്യം വഹിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സാക്ഷ്യം വഹിച്ചു എന്ന് പറയണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിന്റെ അർത്ഥം എന്താണ്, ഇതിന്റെ ആശയം എന്താണ്, ഞാൻ ഈ പറയുന്നതിന്റെ താല്പര്യം എന്താണ്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതിന്റെ മുമ്പും ശേഷവും എന്നിലുണ്ടാകേണ്ടുന്ന മാറ്റം എന്താണ്, ഞാൻ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ അവൻ മനസ്സിലാക്കണം. സാധാരണ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ വിഭാഗക്കാരായ ആളുകൾ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പ്രവർത്തിക്കുക, നടപ്പിലാക്കുക എന്ന് പറയും. അപ്പൊ നാവുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, മനസ്സിൽ ഉണ്ടായാലും പോരാ, അവയവം കൊണ്ട് ചെയ്താലും പോരാ. വിശ്വാസം ഹൃദയത്തിലുണ്ടാകണം. ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാകുന്നത് എപ്പോഴാ? എന്താണ് വിശ്വാസം എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ആ വിശ്വാസം അറിവിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസം ഉണ്ടാവുകയും വിശ്വാസമനുസരിച്ച കാര്യം നാവുകൊണ്ട് പ്രഖ്യാപിക്കുകയും പറയാൻ പറ്റുന്ന ആള്. എന്നാൽ ഒരു സംസാരിക്കാൻ പറ്റാത്ത ആളാണെങ്കിലോ ഓനതിന്റെ ആംഗ്യത്തിലോ പറയും, എങ്ങനെയാണോ അത് പ്രകടിപ്പിക്കണം. പിന്നെ ആ മനസ്സിൽ ഉൾക്കൊണ്ട് നാവുകൊണ്ട് വെളിവാക്കി പറഞ്ഞ ആ സാക്ഷ്യത്തെ അവന്റെ ജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കണം. അപ്പോഴാണ് ഒരാൾ മുസ്ലിം ആകുന്നത്. അപ്പോ സാക്ഷ്യം എന്ന് പറയുന്നത്, ഷഹാദത്ത് കലിമ ചെല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നേ എന്തുണ്ടാകണം? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ പറയാൻ പോകുന്ന വാക്കെന്താണ് എന്ന അറിവാദ്യം ഉണ്ടാകണം. ഇത് നമുക്കറിയാം. എല്ലാറ്റിന്റെയും മുന്നേ ഇൽമാണ് ഉണ്ടാകേണ്ടത്. ഏത് സംഗതിക്ക് മുന്നേ ഇൽമുണ്ടാകണം. അത് ഇവിടെയും ബാധകമാണ്. അതിനെന്താ തെളിവ്? സൂറത്തു സുഹ്റൂഫിൽ ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് കൊണ്ട് സാക്ഷ്യം വഹിച്ചവരൊഴികെ. അവിടെ നിർത്തില്ല. ഹക്ക് കൊണ്ട് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ തൊള്ളോട് പറഞ്ഞാൽ പോരാ, വഹും യഅലമൂൻ, അവർ മനസ്സിലാക്കിക്കൊണ്ട്. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണ്, അതിന്റെ ആശയം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാക്ഷ്യം വഹിക്കുക. ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ എന്ന് മാത്രമല്ല, എല്ലാ പണ്ഡിതന്മാരും കിതാബു തൗഹീദിലും അതിന്റെ ശർഹിലും മറ്റെല്ലാ അഖീദന്റെ വിശ്വാസത്തിന്റെ പുസ്തകങ്ങളിലും ഒക്കെ പറഞ്ഞത് കാണാം. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ യസ്ബഖുഹാ ഇൽമുൻ, അല്ലെങ്കിൽ ഇൽമുൻ സാബിഖ്. ഈ സാക്ഷ്യം വാക്യം പറയുന്നതിന്റെ മുന്നേ ഒരു ഇൽമുണ്ടാകണം. ആ ഇൽമെന്താ? പറയണത് എന്താണ് എന്നുള്ള ഇൽമ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് താല്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം, അതിന്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ടു വേണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ. അത് പറയാത്തവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ബാത്തിലാണ്, ഫലമില്ല. അപ്പൊ അതിന്റെ താല്പര്യം എന്താ? ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. ഇത് 2 സംഗതിന്റെ അതിനകത്ത്, ഒന്ന് ഇസ്ബാത്ത്, മറ്റൊന്ന് നഫി. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് സ്ഥാപിക്കൽ, മറ്റൊന്ന് അള്ളാഹു അല്ലാത്ത ആരെയും ആരാധിക്കാൻ പാടില്ല. 2 വശം. ഈ 2 വശവും അംഗീകരിക്കണം. അള്ളാഹുവിനെ ആരാധിക്കുക എന്നത് അംഗീകരിച്ചാൽ പോരാ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, വേറെ ആരെയും ആരാധിക്കരുത് എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ താല്പര്യം എന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കാത്ത ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാലോ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് യാതൊരു ഫലവുമില്ല. കാരണം എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, നിന്നോട് ചോദിക്കുന്നു, നിന്നോട് സഹായം തേടുന്നതല്ല, നിന്നോട് മാത്രം, വേറെ ആരെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല, വേറെ ആരോടും ഞങ്ങൾ സഹായം തേടുന്നില്ല. ഏത്? അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യം വേറെ ആരോടും ചോദിക്കുന്നില്ല. അവിടെ ആ മാത്രം അള്ളാഹുവിൽ മാത്രം പരിമിതപ്പെടുത്തുക, വേറെ ആരോടും ചോദിക്കുകയില്ല എന്ന കാര്യം. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ധാരാളമായി നാം കേട്ടിട്ടുള്ളതാണ്. ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ മുസ്ലിമാണ് എന്ന് പറഞ്ഞു, അക്കൂട്ടത്തിൽ തന്നെ മുശ്രിക് അല്ല എന്നും പറഞ്ഞു. അതെന്തിനാ? മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ മാത്രം ആരാധിക്കുന്നവനാണ്, മുശ്രിക് അല്ല എന്നും കൂട്ടി പറഞ്ഞെന്താ? അള്ളാഹു അല്ലാത്ത ആരെയും ആരാധിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കലല്ല, അള്ളാഹുവിനെ ആരാധിക്കണം എന്നതുമല്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതാണ്, മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്നതുമാണ്. അതാണ് ഇസ്ബാത്ത്, നഫി. ഈ 2ഉം ഉൾക്കൊള്ളുന്ന ആശയത്തെ ഒരുത്തൻ മനസ്സിലാക്കിയാൽ മാത്രമാണ് അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ, ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഭൂരിഭാഗവും ഈ ആശയം മനസ്സിലാക്കിയിട്ടില്ല.
ഇസ്മാത്തുണ്ട്, അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് മനസ്സിലാക്കി. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തുകൂടാ, അതും കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഭാഗമാണ് എന്ന ഇൽമ അവർക്കില്ല. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്ന് ഈ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഈ ആളുകളുടെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നത് യാഥാർത്ഥ്യമായിട്ടില്ല. അങ്ങനെ യാഥാർത്ഥ്യമാകാതെ പറഞ്ഞവൻ മുസ്ലിമല്ല. ശൈഖ് ഹുസൈമിന്റെ ഒരു വാചകം, കുല്ലു മുവഹിദിൻ ആബിദുൻ ലില്ലാഹ്, എല്ലാ ഏകദൈവ വിശ്വാസിയും അള്ളാഹുവിനെ ആരാധിക്കുന്നവനാണ്. തൗഹീദുള്ളവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവൻ, അത് മനസ്സിലാക്കിയവൻ അള്ളാഹിനെ മാത്രമേ ആരാധിക്കുള്ളൂ എന്നിട്ട് അദ്ദേഹം പറയാണ്, വലൈസ കുല്ലു മൻ അബദല്ലാഹ യകൂനു മുവഹിദൻ, അള്ളാഹുവിനെ ആരാധിച്ച എല്ലാവരും തൗഹീദുള്ളവനാവുകയില്ല. തൗഹീദുള്ളവർ അള്ളാഹുവിനെ ആരാധിക്കുകയുള്ളൂ. അള്ളാഹുവിനെ ആരാധിച്ച എല്ലാവരും തൗഹീദുള്ളവരല്ല. കാരണം എന്താ? അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവില്ല, അവൻ അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കുന്നു. അവിടെ പോയി അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, അൽ മുശ്രിക്കു, ഒരു മുശ്രിക്, ശിർക്ക് ചെയ്യുന്നവൻ, യഅ്ബുദുല്ലാഹ്, അവൻ അള്ളാഹുവിനെ ആരാധിക്കുന്നു. മാ കൗനിഹി മുശ്രിക്കൻ, മുശ്രിക്ക് മുശ്രിക്കായതോടൊപ്പം തന്നെ, അതായത് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ അവൻ അള്ളാഹുവിനോടും ദുആ ചെയ്യുന്നു. ഓ മുസ്ലിം അല്ല. ആരാധിച്ചത് കൊണ്ട് മാത്രം മുസ്ലിമായില്ല, കാരണം ഓൻ തന്നെ പൊളിച്ചു, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തു. അപ്പൊ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്നവനാണ് മുസ്ലിം. അള്ളാഹുവിനോട് ദുആ ചെയ്തു എന്നതുകൊണ്ട് ഒരാൾ മുസ്ലിം ആവുകയാണെങ്കിൽ മക്കയിലെ മുശ്രിക്കുകളാണ് മുസ്ലിമാകാൻ ഒന്നാമത്തെ യോഗ്യർ. കാരണം അവർ അത്യാവൽ ഘട്ടങ്ങളിൽ അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും വിളിച്ചിട്ടില്ല. നോർമൽ കേസിൽ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു. എന്നാൽ ഇന്നത്തെ ആളുകൾ, ഇതൊന്നും എന്റെ വാചകമല്ല, എല്ലാ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, ഇന്നത്തെ മുശ്രിക്കുകൾ ജാഹിലിയത്തിലെ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാണ്. ഇന്നത്തെ ആളുകൾ ജാഹിലിയത്തിനെതിരാണ്. കാരണം എന്താണ്? ഇന്നത്തെ ആളുകൾ സാധാരണ ഘട്ടങ്ങളിൽ അള്ളാഹിനോട് പറയുന്നു, വലിയൊരു വിഷമമൊന്നുമില്ലാത്ത സാധാരണ നോർമൽ കേസിൽ അള്ളാഹിനെ വിളിക്കുന്നു. അടിയന്തര ഘട്ടത്തിൽ ആരെ വിളിക്കുള്ളൂ? അള്ളാഹു അല്ലാത്തവരെ വിളിക്കുള്ളൂ. അത് അവരുടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. മൊയ്തീമാലന്റെ വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുണ്ട്, വല്ലാനീലെത്തിന്നും വന്നെ വിളിപ്പോർക്ക് വൈകൂടാതുത്തിരം ചെയ്യും എന്നോവർ എന്ന വരിന്റെ ശറഹയിൽ എഴുതിയിട്ടുണ്ട്. വിളിച്ചാൽ ഉത്തരം കിട്ടും എന്ന് ഉറപ്പുള്ളത് ഔലിയാക്കന്മാരുടെ ദുആ മാത്രമേ ഉള്ളൂ. അള്ളാഹ് അല്ലാത്തവർ വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പില്ല. അത് KSRTC ബസ് പോലെയാണ്. മറ്റുള്ള അള്ളാന്റെ ഔലിയാക്കന്മാര് ബെൻസ് കാറ് പോലെയാണ്. ഇതൊരു മൗലിയാര് പറഞ്ഞതാണ്. അപ്പൊ ഇതാണ് ഈ ആളുകളുടെ വിശ്വാസം. ഇങ്ങനെ വിശ്വസിക്കുകയും അതോടൊപ്പം ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്ന് പറയുകയും ചെയ്താൽ, വാദിച്ചാൽ അവന്റെ സാക്ഷ്യം അംഗീകരിക്കേണ്ടതില്ല, അവൻ മുസ്ലിം ആവുകയില്ല. കാരണം എന്താ? ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അദ്ദേഹം നവാഖിൽ ഇസ്ലാമിന്റെ ഷർഹ് പറഞ്ഞു. ഇതിന് ഒരു ഉദാഹരണം, ഇതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് കൊണ്ടോ മുസ്ലിം ആയില്ല. കാരണം എന്താ? അതിന്റെ നിബന്ധന പാലിച്ചിട്ടില്ല. ഒരാളും ഒളു എടുത്തതൊക്കെ ശരിയായി ഒളു എടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോ അയാൾക്ക് ഒളു മുറിയുന്ന എന്തോ ഒരു സംഗതി ഉണ്ടായി. അപ്പൊ പിന്നെ അയാൾ ഒളു അവിടെ നിലനിൽക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ ഒളു എടുത്ത ആളാണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം അതിന് ശേഷം ഒളു മുറിയുന്ന സംഗതി ഉണ്ടായി. അപ്പൊ അയാളുടെ ഒളു ബാത്തിലായി. ഇതുപോലെയാണ് ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു, ഞാൻ എന്റെ സാക്ഷ്യവും അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു, അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞു, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞു, പിന്നെ അവനിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്നതോ അല്ലെങ്കിൽ ശിർക്കിന്റെയും കുഫറിന്റെയും വല്ല വാക്കോ പ്രവൃത്തിയോ സംശയങ്ങളോ ഉണ്ടായാൽ ഒതു പോയവനെ പോലെയായി. ഇവന്റെ ആ നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിഞ്ഞു, അല്ലെങ്കിൽ ഓൻ തന്നെ പൊളിച്ചു. അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാതൊരു കാര്യമില്ല, അത് ബാത്തിലായി കഴിഞ്ഞു. ഇതുകൊണ്ടാണ് നബിയോട് മാത്രമല്ല എല്ലാ പ്രവാചകന്മാരോടും അള്ളാഹു പറഞ്ഞിട്ടുള്ള വാക്ക്, ലൈൻ അസ്റക്ത ലയഹ്ബതന്ന അമലുക, നീ ശിർക്ക് ചെയ്താൽ, എല്ലാ നബിയോടും അള്ളാഹു പറഞ്ഞ കാര്യം, നീ ശിർക്ക് ചെയ്താൽ നിന്റെ അമലുകളൊക്കെ പൊളിഞ്ഞുപോയി, നീ നഷ്ടകാരികളിൽ പെടും. വേറെ സ്ഥലത്ത് വലൗ അശ്റകു, സൂറത്തുൽ അൻആമിൽ, അവർ ശിർക്ക് ചെയ്താൽ, ഈ അവരാരാ? എല്ലാ നബിമാര് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന നബിമാര് തന്നെ ശിർക്ക് ചെയ്താൽ പോലും ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതെല്ലാം പൊളിഞ്ഞുപോയി. അപ്പൊ നേരത്തെ ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജനങ്ങളെ പഠിപ്പിച്ചവരാണ്, അത് പഠിപ്പിക്കാൻ വേണ്ടി വന്ന റസൂലായിരുന്നു ഞങ്ങൾ, പിന്നെങ്ങനെ ഞങ്ങൾ കാഫറാകുക? ഞങ്ങൾ ആദ്യം അത് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടില്ലെന്ന് ചോദിച്ചൊരു കാര്യമല്ല. ഇതാണ് അള്ളാഹ് പ്രവാചകന്മാരോട് പോലും പറഞ്ഞത്. അപ്പൊ പിന്നെ പ്രവാചകന്മാരല്ലാത്ത ആളുകളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം മനസ്സിലാക്കാതെ പറയുകയോ അർത്ഥം മനസ്സിലാക്കി പറഞ്ഞതിന് ശേഷം അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്താൽ, അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുകയോ അവർക്ക് നേർച്ച നടത്തുകയോ അവർക്ക് വേണ്ടി അറവ് നടത്തുകയോ അവരോട് ഇസ്തിഗാസ നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ തൗഹീദിന് വിരുദ്ധമായത് ചെയ്താൽ അവന്റെ നേരത്തെ പറഞ്ഞ കാര്യം പൊളിഞ്ഞുപോയി. കാരണം അവൻ അത് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയത് പ്രവർത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിച്ചു. അപ്പൊ അത് നിലനിൽക്കുന്നില്ല. മമ്മാത്ത വഹുവ യഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗ്ഗത്ത് പോയി എന്ന് പറഞ്ഞതിന് പുറമെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹുവ യഅലം, ഒരാൾ മരിച്ചു, വഹുവ യഅലമു, ഇവിടെ എന്താണ് പറഞ്ഞു എന്നല്ല, വഹുവ യഅലമു, അവൻ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുത്തൻ മരണപ്പെടുകയാണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ എന്തായി? ആദ്യം പറഞ്ഞ ഹദീസും ഈ ഹദീസും കൂടി കൂട്ടി വായിച്ചു നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ സ്വർഗത്തിൽ പോയി. അപ്പൊ ആ പറയുക എന്നതിന് ഈ ഹദീസ് കൊണ്ട് വിശദീകരിച്ച് മനസ്സിലാക്കണം. ഒരായത്തിന് വേറൊരായത്ത് കൊണ്ട് വിശദീകരിച്ച് മനസ്സിലാക്കുന്നത് പോലെ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കണം. പറഞ്ഞാൽ മാത്രം പോരാ, വഹുവ യഅലം, പറഞ്ഞതിന്റെ അർത്ഥവും ആശയവും എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. അങ്ങനെ തൗഹീദ് എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കി പറഞ്ഞാൽ, അങ്ങനെ ഒരുത്തൻ മരിച്ചുപോയാൽ അവൻ സ്വർഗത്തിലെത്തി. ഇൽമ്, അറിവോടുകൂടി അർത്ഥമറിഞ്ഞ് ആശയം മനസ്സിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. രണ്ടാമത്തേത്, അത് പറയുന്നത് സംശയത്തോടു കൂടിയാകാൻ പാടില്ല. എന്തെങ്കിലും ഒരു സംശയം അവിടെ ബാക്കി ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പറ്റുമോ? ഇസ്തിഗാത്ത് അള്ളാഹു അല്ലാത്തവരോട് പറ്റുമോ? അതൊക്കെ തൗഹീദിന്റെ ഭാഗമാണോ? അല്ലെ അതൊന്നും ശിർക്കാവുകയില്ല എന്ന എക്കച്ചക്ക പാടില്ല. മറിച്ച് ഈ മനസ്സിലാക്കിയത് ഉറപ്പായ അറിവായിരിക്കണം, യഖീനായിരിക്കണം, ഉറച്ച വിശ്വാസമായിരിക്കണം എന്നതാണ് രണ്ടാമത്തെ കാര്യം. അങ്ങനെ ഉറച്ചു മനസ്സിലാക്കണം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആര് മാത്രമാണ്? അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പ്രവാചകനിൽ വിശ്വസിക്കുന്നു, സുമ്മ ലം യർതാബു, പിന്നെ ശങ്കിക്കാതിരിക്കുകയും. അപ്പൊ വിശ്വസിക്കുക എന്നാൽ അങ്ങനെയാവോ പറ്റൂല, ഇങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കുകയും സംശയരഹിതമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുകയും പ്രവാചകനെ അംഗീകരിക്കുകയും ചെയ്തവർ മാത്രമാകുന്നു വിശ്വാസികൾ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ കാര്യത്തിൽ സംശയത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയോ സംശയത്തോടുകൂടി വിശ്വസിക്കുകയോ ചെയ്താൽ അവന്റെ വിശ്വാസം ശരിയല്ല, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാധുവായിട്ടില്ല. ഇവിടെ ലം യർതാബു എന്നതിന് മുഫസ്സിറുകൾ നൽകിയിട്ടുള്ള അർത്ഥം സംശയിക്കാതെ എന്നതിന് ഐഖനു, അവർ ഉറച്ച വിശ്വാസം യഖീൻ ഉണ്ടാവുകയും, വലം യശുക്കു, ഉറച്ച വിശ്വാസം ഒരു സംശയവും ബാക്കിയില്ലാതെയും അവർ വിശ്വസിക്കുകയാണെങ്കിൽ, പറയുകയാണെങ്കിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യാഥാർത്ഥ്യമാകുന്നത്. എന്നാൽ നമ്മൾ പരിശോധിച്ച് നോക്കൂടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാൾക്ക് അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തിയാൽ ആ തൗഹീദിനെതിരാകുമോ എന്ന് സംശയമല്ല. അങ്ങനെ ഇസ്തിഗാസ നടത്താം എന്നാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ മനസ്സിലാക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് എതിരല്ല അബ്ദുൽ ഖാദർ ജീലാനിയെ സഹായിക്കണേ എന്ന് പറയുന്നത്, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നത്, CM മടവൂരെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിനെതിരല്ല, മറിച്ച് അതിന്റെ ഭാഗമാകുന്നു എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ്. അവരുടെ ഇൽമ ശരിയായിട്ടില്ല, ഉറച്ച വിശ്വാസവുമില്ല, അതിൽ ചില ശങ്കകളുണ്ട്. അങ്ങനെ ആ സംശയത്തോടുകൂടി വിശ്വസിച്ചാൽ വിശ്വാസമാവുകയില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നി റസൂലുള്ളാഹ് ലാ യൽഖ അല്ലാഹ ബിഹിമാ അബ്ദുൻ ഗൈറു ശാക്കിൻ ഫീഹിമാ ഇല്ലാ ദഖലൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരാൾ നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുകയില്ല, സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ. അതിന്റെ ഇടയ്ക്കൊരു വാചകം പറഞ്ഞു. അതെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുക മാത്രമല്ല, ഗൈറ ശാക്കിൻ, സംശയലേശമന്യേ, സംശയമില്ലാത്തവനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുക. അപ്പൊ പറഞ്ഞാൽ പോരാ, സംശയമില്ലാത്ത നിലക്ക് ഉറച്ച വിശ്വാസത്തോടുകൂടി അത് പറഞ്ഞവനെ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞ ഇൽമ് എന്നതിന് പുറമെ ഇവിടെ യഖീൻ, ഉറച്ച വിശ്വാസമുണ്ടാകണം. അപ്പോഴേ ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യമാവുകയുള്ളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ 2 ചെരുപ്പുകൾ ഊരിക്കൊടുത്തുകൊണ്ട് നബി പറഞ്ഞു, അബൂ ഹുറൈറ, നീ ഈ ചെരുപ്പുമായി പോവുക, എന്നിട്ട് ഈ കാണുന്ന തോട്ടത്തിന്റെ അപ്പുറത്ത് നീ ആരെ കാണുന്നുവോ അവനോട് നീ പറയണം, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിച്ചാൽ, യശ്ഹദു, സാക്ഷ്യം വഹിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരുത്തൻ സാക്ഷ്യം വഹിച്ചാൽ, എങ്ങനെ? മുസ്തൈഖിനൻ ബിഹാ ഖൽബുഹു, വെറുതെ പറഞ്ഞാൽ പോരാ, തന്റെ ഹൃദയം കൊണ്ട് ഉറച്ചു വിശ്വസിക്കുന്നവനായി അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരെങ്കിലും പറഞ്ഞാൽ ഫബശ്ശിർഹു ബിൽ ജന്ന, അവന് സ്വർഗമുണ്ട് എന്ന് നീ സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പോ ഈ ചെരുപ്പുമായിട്ട് നീ പോകണം, എന്നിട്ട് നീ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചു വിശ്വസിച്ചാൽ അവന് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത നീ അവനെ അറിയിക്കുക. അങ്ങനെ അബൂ ഹുറൈറ പോയി. ഇതൊരു നീണ്ട ഹദീസാ. അബൂ ഹുറൈറ പോയി തോട്ടത്തിൽ ഉമർ ഖത്താബിനെ കണ്ടു. ഉമർ ഖത്താബിനോട്
ഈ ചെരുപ്പ് എന്തിനാ കൊടുത്തത്? നബിന്റെ അടുത്തുനിന്നാണ് വരുന്നത്, നബിന്റെ ചെരുപ്പ് കയ്യിലുണ്ട്, അപ്പൊ നബി പറഞ്ഞിട്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ അടയാളമാണ്. അങ്ങനെ ഒരു തോട്ടത്തിന്റെ മതിലിന്റെ പഴുതിലൂടെ നൂണ്ടു കടന്നു എന്നൊക്കെ ഹദീസിൽ കാണാം. ഉമർ ഖത്താബിനോട് പറഞ്ഞു. ഉമർ ഖത്താബ് ഒറ്റടി എടുത്തു. അടിച്ചപ്പോ പുറം നിലത്തടിച്ചിട്ട് വീണു. അപ്പൊ എന്താ പറയാൻ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്ത് പോകുമെന്നോ എന്നാ ഉമർ ഖത്താബിന് സംശയമില്ല. പക്ഷെ ഇത് കേട്ടാൽ ആളുകൾ അമൽ ചെയ്യാതെ എന്നുള്ളതാണ് ഉമർ ഖത്താബിന്റെ പേടി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാൽ മതി, വേറൊന്നും ചെയ്യേണ്ടതില്ല എന്ന നിലക്ക് അങ്ങനെ നബിയുടെ അടുക്ക പരാതി വന്നു. നബി അതിന് മറുപടി പറഞ്ഞു. അത് വേറെ വിഷയം. അപ്പൊ ഇവിടെ ഈ ഹദീസ് മനസ്സിലാകുന്ന എന്താ? മുസ്തൈഖിനൻ ബിഹാ ഖൽബുഹു, ഹൃദയം കൊണ്ട് ഉറച്ചു വിശ്വസിക്കുക, യഖീനോട് കൂടിയായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. അങ്ങനെ പറഞ്ഞവർ എന്ത് ചെയ്യൂല? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായി പ്രവർത്തിക്കുകയില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിസ്കാരം കഴിഞ്ഞാൽ ശേഷം ഇമാം പറയും അഫ്ളൽ ദിക്ർ എന്ന് പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 വട്ടം ചൊല്ലൽ സുന്നത്താണെന്ന് പറഞ്ഞുകൊണ്ട് ബിദ്അത്തുണ്ടാക്കിയ നമ്മൾ ആരും ചെല്ലില്ല. ഇത് നിസ്കാരം കഴിഞ്ഞിട്ട് 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, നബി പഠിപ്പിച്ചില്ല. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശ്രേഷ്ഠമാണ്. പക്ഷെ അങ്ങനെ പോലും ചില ബിദ്അത്തുകൾ ഉണ്ടാക്കിയ ദിവസം 50 വട്ടം ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് 5×10 50 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നു. ഇങ്ങനൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ ഉറച്ച വിശ്വാസമല്ലാതെ അതിനെതിരായിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് എങ്കിൽ അവനാ പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. 50 വട്ടം 50 ലക്ഷം വട്ടം പറഞ്ഞിട്ടും കാര്യമല്ല. ചില ദിക്ർ ഹൽക്കകൾ പാർസലായി അയക്കുന്നതിൽ 1 കോടി ദിക്ർ പാർസലേക്ക് അങ്ങനെ പല പരിപാടി ആളുകൾക്കുണ്ട്. ആ ദിക്റിന്റെ കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. അപ്പൊ 1 കോടി ദിക്ർ ചൊല്ലിയിട്ട് പാർസൽ അയച്ചാലും ശരി, പറയുന്നത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന അറിവോടുകൂടിയും ഉറച്ച വിശ്വാസത്തോടും കൂടിയല്ല എങ്കിൽ 1 ലക്ഷമല്ല, 1 കോടിയല്ല, 10 കോടി പറഞ്ഞാലും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെയാണ്. നേരത്തെ പറഞ്ഞ ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞ ഒളു എടുത്തതിന് ശേഷം ഒളു പോയവനെ പോലെയാണ്. മൂന്നാമത്തേത് ഇഖ്ലാസ് ഉണ്ടാകണം, കളങ്കമറ്റതാകണം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന ആത്മാർത്ഥത ഉണ്ടാവുക എന്നതല്ല. ഇബാദത്തിനെ കുറിച്ച് പറയുമ്പോൾ കളങ്കമറ്റത്, യാതൊരു കലർപ്പുമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അറിയുക മനുഷ്യരെ, അള്ളാഹുവിന് മാത്രമാണ് ഏത് പ്യുവറായ കീഴ്വഴക്കം, കളങ്കമില്ലാത്ത കീഴ്വണക്കം എന്നത് അള്ളാഹുവിന് മാത്രമാകുന്നു. ദീനുൽ ഖാലിസ്, കളങ്കമില്ലാത്ത കലർപ്പില്ലാത്ത കീഴ്വണക്കം എന്ന് പറഞ്ഞാൽ ശരിയായ ഇബാദത്ത്, അത് അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് കലർപ്പില്ലാത്ത നിലക്ക് അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ മനുഷ്യരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ എന്താണ്? അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണമെന്ന് മാത്രമല്ല പറഞ്ഞത്, വേറെ ആരെയും അതിൽ കൂട്ടാൻ പാടില്ല. കൂട്ടിയാൽ അത് കലർപ്പായി. അതുകൊണ്ടാണ് മുഖ്ലിസീന ലഹുദ്ദീൻ. ഇത് നമുക്കൊക്കെ അറിയുന്ന സൂറത്ത് ലം യകുനില്ലദീന കഫറു, സൂറത്തുൽ ബയ്യിന. അതിന്റെ അർത്ഥം എന്താ? ആത്മാർത്ഥതയോട് കൂടിയതല്ല. ആത്മാർത്ഥത എന്നാൽ അല്ലാതിന്റെ മലയാള പരിഭാഷ, അല്ലെങ്കിൽ ആ അർത്ഥം ശരിയല്ല. ആത്മാർത്ഥത യാറത്ത് പോണവനുണ്ടാവും. ഈ സാരബിനോട് പ്രാർത്ഥിക്കുന്നവനും ആത്മാർത്ഥതയുണ്ട്, അമ്പലത്തിൽ പോയി വിഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നവനും ആത്മാർത്ഥതയുണ്ട്, പള്ളിയിൽ നമസ്കരിക്കുന്നവനും ആത്മാർത്ഥതയുണ്ട്. ആത്മാർത്ഥതയല്ല ഇവിടെ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തനിച്ചാക്കുക, അള്ളാഹുവിനെ മാത്രമാക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക എന്നതിൽ യാതൊരു കലർപ്പും ചേർക്കാതിരിക്കുക. അള്ളാഹുവിനെ ആരാധിക്കുന്നു, അതിനോടൊപ്പം അല്ലെങ്കിൽ അതിന് ശേഷം അതിന്റെ മുന്നേ ഔലിയാക്കന്മാരോട് നബിമാരോട് ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവിടെ കലർപ്പ് വന്നു. അത് പ്യുവറല്ല, ഖാലിസല്ല, ശുദ്ധമല്ല, അതിൽ കലർപ്പ് കടന്നുകൂടി. ആ കലർപ്പാണ് ശിർക്ക്. ശിർക്കാണ് കലർപ്പ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നിടത്ത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്ന കലർപ്പാകുന്ന ശിർക്ക് ചേർത്തി. അങ്ങനെ നിങ്ങൾ ആരാധിക്കേണ്ടതില്ല, അങ്ങനെ ആരാധിക്കാനല്ല നിങ്ങളോട് കൽപ്പിച്ചത്. അള്ളാഹിന്റെ പ്രയോഗം നോക്കൂ. വമാ ഉമിറു, മനുഷ്യരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅബ്ദുല്ലാഹ, അള്ളാഹുവിനെ അവർ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. അവിടെ അള്ളാഹ് നിർത്തിയില്ല. അള്ളാഹുവിനെ ആരാധിക്കാൻ അല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അള്ളാഹിനെ ആരാധിക്കുന്നു, അല്ലാത്തവരെയും ആരാധിക്കുന്നു. അപ്പൊ ഓനും പറയാൻ ഞാൻ അള്ളാഹിനെ ആരാധിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാതിരിക്കാനാണ് മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി, അതായത് തനിച്ചാക്കി അള്ളാഹുവിൽ മറ്റാരെയും ചേർക്കാതെ കീഴ്വണക്കം അവന് മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ. അപ്പോ ഇതാണ് ഇഖ്ലാസ് ഉണ്ടാകണം. അള്ളാഹുവിന്റെ കൂടെയോ അല്ലാതെയോ, മുമ്പോ ശേഷമോ. ഇനി കൂടെ എന്ന് പറഞ്ഞാൽ അതും വ്യാഖ്യാനിക്കും. അള്ളാഹിനെയും ജീലാനെയും കൂടി ഒരുമിച്ച് വിളിക്കാൻ പാടില്ല, അള്ളാഹിനെയും ബദരീങ്ങളെയും ഒരുമിച്ച് വിളിക്കാൻ പാടില്ല. അങ്ങനെയല്ല. അള്ളാഹിന്റെ കൂടെ എന്നാൽ അള്ളാഹുവിനെ ആരാധിക്കുന്നു, അതുപോലെ വേറെയും പലരെയും കൂട്ടി വിളിക്കുന്നു, അല്ലെങ്കിൽ മറ്റു സന്ദർഭങ്ങളിൽ വിളിക്കുന്നു. എപ്പം വിളിച്ചാൽ ശരി. അങ്ങനെയുള്ള ഇബാദത്ത് അള്ളാഹ്ക്ക് വേണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ചു. ഹദീസിലൂടെയോ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്റെ ശഫാഅത്തിന് ഏറ്റവും അർഹതപ്പെട്ടവൻ ആരാ?
മൻഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ്. അവിടെ നിർത്തിയില്ല. നേരത്തെ നമ്മൾ ഇൽമു മനസ്സിലാക്കി അറിവോട് കൂടിയായിരിക്കണം, യഖീനോട് കൂടിയായിരിക്കണം, ഇവിടെ ഇഖ്ലാസോട് കൂടിയാകണം. നബി പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എങ്ങനെ? ഖാലിസൻ, പ്യുവറായിക്കൊണ്ട്, കലർപ്പില്ലാതെ, മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ നിന്ന്. ഖാലിസ് എന്നാൽ പ്യുവർ എന്നാണ്, കലർപ്പില്ലാത്തത്, ശുദ്ധമായത്, സ്വച്ഛമായത്. അപ്പൊ തന്റെ ഹൃദയത്തിൽ നിന്ന് ശുദ്ധമായ നിലക്ക്, അള്ളാഹു അല്ലാത്ത വേറെ ആരെയും കൂട്ടിക്കലർത്താ നിലക്ക് ഹൃദയത്തിൽ നിന്ന് ആ ഒരു ഖാലിസായ നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, അപ്പൊ അള്ളാഹിനോട് വിളിച്ചാലും ഉത്തരം കിട്ടും. അതിനേക്കാൾ ഉത്തരം കിട്ടാൻ നല്ലത് അള്ളാഹു അല്ലാത്തവർ വിളിക്കലാണ്. KSRTC ബസ് പോലെയാണ്, അള്ളാഹു അല്ലാത്തവർ ബെൻസ് കാർ പോലെയാണ് എന്ന വിശ്വാസത്തോട് കൂടിയാണ് ഒരുത്തൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് യാതൊരു കാര്യവുമില്ല. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. കാരണം അവന്റെ ആ പറച്ചിൽ ഖാലിസല്ല, അത് പ്യുവറല്ല, അതിൽ കളങ്കമേറ്റിട്ടുണ്ട്. മറ്റൊരു ഹദീസ് മൻ കാന ഖാലിസൻ മുഖ്ലിസൻ, രണ്ടെണ്ണം പറഞ്ഞു, ഖാലിസൻ മുഖ്ലിസൻ മിൻ ഖൽബിഹി ദഖലൽ ജന്ന. ഒരുത്തൻ ഖാലിസായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, മൻ കാന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ, പ്യുവറായി, ഒന്നും ചേർക്കാതെ, മുഖ്ലിസൻ, പ്യുവറാക്കിക്കൊണ്ട്, കലർപ്പില്ലാത്തതാക്കി. അപ്പൊ അവന്റെ ഹൃദയത്തിൽ കലർപ്പുണ്ടാകാൻ പാടില്ല. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കലർപ്പിനെയൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനെ മാത്രമാക്കണം. നോക്കൂ, രണ്ടും ആവർത്തിച്ച്, പ്യുവറായും പ്യുവറാക്കിയും, ശുദ്ധമായും ശുദ്ധമാക്കിയും ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രമാക്കി ആ ഒരു വിശ്വാസത്തോടു കൂടി അവന്റെ ഹൃദയത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാണെങ്കിൽ ദഖലൽ ജന്ന. അപ്പൊ എന്താ? ഇഖ്ലാസ്. ആ ഇഖ്ലാസ് ഉണ്ടാകുമ്പോൾ ശിർക്ക് വരൂല, ശിർക്ക് ഉണ്ടാകാൻ പാടില്ല. ഇനി റിയാ, ആളുകളെ കാണിക്കുക എന്നതുണ്ടാകാൻ പാടില്ല, അതും അതിന്റെ ഭാഗമാണ്. അപ്പൊ വലിയ ശിർക്കോ ചെറിയ ശിർക്കോ ഇല്ലാതെ അതിൽ നിന്ന് മുക്തമായി ശരിയായ ശുദ്ധമായ നിലക്ക് തൗഹീദ് പറയുമ്പോഴാണ് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാകുന്നത് എന്ന കാര്യമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലക്ക് യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്ന, സാക്ഷ്യം വഹിച്ച ആളുകളായി, യഥാർത്ഥ തൗഹീദിന്റെ ആളുകളായി മാറാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഖുർആൻ അള്ളാഹുവിന്റെ കിതാബാണ്. ഈ മരണത്തിന് ശേഷം വേറൊരു ജീവിതമുണ്ട്, അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവരല്ലേ ഈ ആളുകൾ? ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുകയും എന്നിട്ട് അള്ളാഹുവിനോടും ദുആ ചെയ്യുന്നു, അള്ളാഹു അല്ലാത്തവരോടും ദുആ ചെയ്യുന്നു. പിന്നെ ഇതൊക്കെ ഉണ്ട്, ദിക്റുണ്ട്, ദിക്ർ ഹൽഖകളുണ്ട്, എല്ലാ പരിപാടിയുണ്ട്. നോമ്പ് വിൽക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു. ഇതൊക്കെ എമ്പാടും ചെയ്തുകൊണ്ടിരിക്കുകയും ബസ്സിൽ യാത്രക്കിടയിൽ പോലും നിരന്തരമായി ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാരെ നമുക്ക് കാണാം. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലർപ്പ് നടത്തി. അപ്പൊ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയമാണ്, ഇവരൊക്കെ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ടല്ലോ, ഈ അംഗീകരിക്കുന്ന ആളുകളെ എങ്ങനെയാണ് അവർ തൗഹീദില്ലാത്തവർ എന്ന് പറയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദില്ലാത്തവർ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, നബിയിൽ വിശ്വസിക്കാത്ത, ഖുർആനിൽ വിശ്വസിക്കാത്ത ആളുകളെ കുറിച്ചല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞത്? ഈ ആളുകൾ ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ടല്ലോ, പിന്നെ അവർ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് പല ന്യായീകരണങ്ങൾ ഉണ്ടാവും, സംശയം ഉണ്ടാവും, ശുബ്ഹത്തുണ്ടാവും. അപ്പോ ഇവരെ കുറിച്ച് എങ്ങനെ മുശ്രിക്കുകൾ എന്ന് പറയാൻ പറ്റും? ഷെയ്ഖ് ഫൗസാൻ തവാഖിദുൽ ഇസ്ലാമിന്റെ ഷർഹിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഒരു ചെറിയ ഒരു പേജിൽ മാത്രം പറയാവുന്ന ഒരു പുസ്തകമാണ് ഈമാൻ, ഇസ്ലാം പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങൾ. ഇതിന് ഒരുപാട് പണ്ഡിതന്മാർ ഷർഹ് നടത്തിയിട്ടുണ്ട്. ഷെയ്ഖ് ഫൗസാൻ ക്ലാസ് എടുത്തു, ക്ലാസ് പുസ്തകമാക്കി, സൈറ്റ് കിട്ടും, ക്ലാസും കിട്ടും, ടെക്സ്റ്റ് ബുക്കും കിട്ടും. അതില് അദ്ദേഹം പറയാണ്, ഇങ്ങനെ ഒരു സംശയം ഈ ആളുകൾ പറയാറുണ്ട്, നിങ്ങളെന്തിനാ മുശ്രിക്കാക്കുന്നത്? ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. നബി മുശ്രിക്കാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കാത്ത ആളുകളെയാണ്. അപ്പോ ഷെയ്ഖിന്റെ മറുപടി എന്താ അറിയോ? സുബ്ഹാനല്ലാഹ്. ഈ സുബ്ഹാനല്ലാഹ് അർത്ഥം എന്താ? സുബ്ഹാനല്ലാഹ് രണ്ട് സംഗതിക്ക് വേണ്ടിച്ചുള്ളൂ. ഒന്ന്, അള്ളാഹുവാണ് പരിശുദ്ധൻ എന്ന് പറയാൻ. രണ്ടാമത്തേത്, ഒരു ആശ്ചര്യകരമായ കാര്യം കേൾക്കുമ്പോൾ ആശ്ചര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഇവരെ എന്തൊരു വിവരക്കേടാണ് ഈ ചോദിക്കുന്നത് എന്ന നിലക്കാണ് സുബ്ഹാനല്ലാഹ്. ഈ ആളുകൾ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മുശ്രിക്കുകളല്ല എന്ന്. എന്നൊരു ഷെയ്ഖ് പറയാൻ, അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ്. അവർ നമസ്കരിക്കുന്നു, നോമ്പ് വെക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇപ്പറഞ്ഞ ആളുകൾ വലാകിൻ നാഖദൂഹ, ഇത് പറഞ്ഞവരും ഇത് പ്രവർത്തിക്കുന്നവരുമായ, ഈ ഇബാദത്തൊക്കെ എടുക്കുന്നവരുമായ ആളുകൾ അവർ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പൊളിച്ചു കളഞ്ഞു. അവരുണ്ടാക്കി ഓലെന്നെ പൊളിച്ചു. അപ്പൊ നമ്മൾ പറയണല്ല, നമ്മുടെ വകയല്ല പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കെട്ടിപ്പടുത്തവർ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ അവരുടെ അമല് കൊണ്ട് പൊളിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ലാ തൻഫഉ, അത് ഒരു ഉപകാരവും ചെയ്യുകയില്ല.
എപ്പോഴല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലയെ പൊളിച്ചു കളയുന്ന വൈരുദ്ധ്യങ്ങളിൽ നിന്ന്, നവാഖിദുകളിൽ നിന്ന് അവർ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് രക്ഷപ്പെട്ടാലല്ലാതെ ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, പക്ഷേ അവർ തന്നെ ശിർക്കിന്റെ പ്രവർത്തനം കൊണ്ട് അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ തകർത്തു കളഞ്ഞു. അവർ പറയുന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എന്ത് ഫലമാണുണ്ടാവുക? ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥമാകട്ടെ ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാകുന്നു, അവനെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്നതാണ്. എന്നാൽ അവരത് പറയുന്നു, അതോടൊപ്പം അതിന് ആ കാര്യങ്ങൾ അവർ പ്രാവർത്തികമാക്കുന്നില്ല. മറിച്ച് ഖബറുകളെ അവർ ആരാധിക്കുന്നു, ഔലിയാക്കളെ ആരാധിക്കുന്നു, സ്വാലിഹീങ്ങളെ ആരാധിക്കുന്നു. അതോടൊപ്പം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു. അതുകൊണ്ട് ഫൽ മുശ്രികൂനൽ അവ്വലൂന അറഫു ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുകയും നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഹജ്ജ് ചെയ്യുകയും പരലോകമുണ്ടെന്ന് വിശ്വസിക്കുകയും 5 വക്തും പള്ളിയിൽ പോവുകയും ചെയ്യുന്ന ഈ ആളുകളെക്കാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായത് മക്കയിലെ മുശ്രിക്കുകൾക്കാണ്. ഇതിന്റെ വാചകമല്ല, ഒരുപാട് സലഫി പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇക്കാലഘട്ടത്തിലെ മുശ്രിക്കുകൾക്ക് മനസ്സിലായതിനേക്കാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആർക്ക് മനസ്സിലായി? നബിന്റെ കാലഘട്ടത്തിൽ അബൂജഹലിന് മനസ്സിലായി എന്നർത്ഥം. അബൂജഹലിനും മുത്തബുക്ക് ഷെയ്ബക്കും അതുപോലുള്ള ആളുകൾക്ക്, അബൂലഹബിനും ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായത് കൊണ്ടാണ് മുഹമ്മദ് അയ്യബ് പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ഇവര് പറയുന്നത് ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നു. അതെന്താ? അള്ളാഹുവിനെയും ആരാധിക്കാം, മറ്റുള്ളവരെയും ആരാധിക്കാം എന്നാണ് ഇവര് മനസ്സിലാക്കിയത്. മക്കാ മുശ്രിക്ക് മനസ്സിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ നമ്മളെ ഈ ഉടായ്പ നടക്കൂല, അള്ളാഹുവിനോടും ആരാധിക്കുക മറ്റുള്ളവരോടും ആരാധിക്കുക എന്നത് ശരിയല്ല, അപ്പൊ രണ്ടും കൂടി നടക്കൂല എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ചോദിച്ചത് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, അല്ല മുഹമ്മദ് ഈ ആരാധിക്കപ്പെടേണ്ട ആളുകളെയൊക്കെ ഒന്നാക്കിയോ, ഒരാളോട് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് മുഹമ്മദ് പറയുന്നത്? ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയല്ലോ, അതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ എന്നാൽ ഇന്നത്തെ ആളുകളോ ഇവർ മനസ്സിലാക്കി അള്ളാഹുവിനെയും ആരാധിക്കാം അല്ലാത്തവരെയും ആരാധിക്കാം. എന്നിട്ട് ശൈഖ് പറയാൻ, ഈ ആളുകൾ ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം മനസ്സിലാക്കി. എന്നാൽ ആ അർത്ഥം മനസ്സിലാക്കിയാൽ അവൻ ചെയ്യേണ്ടത് എന്താ? അള്ളാഹു അല്ലാത്ത ആളുകൾക്കുള്ള ഇബാദത്തിനെ അവൻ ഒഴിവാക്കണം, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. എന്നാൽ വഹാഉലായി, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുകയും എന്നാൽ ശിർക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ 2 വിപരീത കാര്യങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. 2 നഖീം, 2 വൈരുദ്ധ്യങ്ങളെ ഒരുമിച്ച് കൂട്ടിയവരാണ്. എന്താ 2 വൈരുദ്ധ്യം? ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അതിന്റെ നേരെ എതിരാണ് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക, ഇസ്തിഗാസ നടത്തുക എന്ന് പറയുന്നത്. അപ്പം രണ്ടിനെയും അവർ ഒരുമിച്ച് കൂട്ടി. അള്ളാഹുവിനെ ആരാധിക്കുക എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ പറഞ്ഞു, എന്നാൽ പ്രവർത്തനത്തിൽ എല്ലാവരുടെ വിശ്വാസത്തിൽ തന്നെ അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കാം, അതിനെ പൊളിച്ചു കളയുന്ന വൈരുദ്ധ്യം കൂടി ഇവർ കൂട്ടിച്ചേർത്തു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയും അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധനയും കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെ ഇവർ ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. മുശ്രിക്കുകൾ മനസ്സിലായതുപോലെ ഇവർക്ക് മനസ്സിലായില്ലെന്ന് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലി എന്നതുകൊണ്ട് മുസ്ലിം ആവുകയില്ല, പറഞ്ഞതുകൊണ്ട് മുസ്ലിം ആവുകയില്ല. അത് വിശ്വസിക്കണം, പറയണം, പ്രവർത്തിക്കണം, അപ്പോഴേ മുസ്ലിം ആകുള്ളൂ. അല്ലാത്തവൻ എത്ര വട്ടം ചൊല്ലിയിട്ടും കാര്യമല്ല, എത്ര പള്ളിയിൽ പോയിട്ടും കാര്യമല്ല, എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമല്ല. അവൻ ഉണ്ടാക്കിയതിനെ അവൻ തന്നെ പൊളിച്ചു. ഇവിടെ നേരത്തെ ഉദാഹരണം മനസ്സിലാക്കുക, ഒതു എടുത്തു, പിന്നെ ഒതു പോയി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ തന്നെ പൊളിച്ചു. അപ്പൊ അവൻ മുസ്ലിമായി മനസ്സിലാക്കാൻ പറ്റൂല, അവർ മുശ്രിക്കുകളാണ് എന്ന് ശൈഖ് ഫൗസാൻ ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേറെ ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംശയം, എന്നാ അഹ്ലു കിതാബ് കൂട്ടിക്കൂടെ? എന്നാൽ അഹ്ലു കിതാബ് എന്ന് പറഞ്ഞാൽ ആരാ? മൂസാ നബിയിലും ഈസാ നബിയിലും വിശ്വസിച്ചു, തൗറാത്തും ഇഞ്ചിലും അംഗീകരിച്ചു, അള്ളാഹ് ഉണ്ടെന്ന് അംഗീകരിച്ചു, അവരൊക്കെ അംഗീകരിച്ചു. അതോടൊപ്പം ഈസയെ അള്ളാഹുവിന്റെ ഭാഗമാക്കി മാറ്റി, ഉസൈറിനെ അള്ളാഹുവിന്റെ പുത്രനാക്കി മാറ്റി ജൂതന്മാർ. എന്നിട്ട് അവരെ കുറിച്ച് ഖുർആൻ എന്താ അഹ്ലു കിതാബ് എന്ന് പറഞ്ഞു. അപ്പൊ അവർ അള്ളാഹുവിനെയും പ്രവാചകനെയും അംഗീകരിച്ചിട്ടുണ്ട്, അവരുടെ വേദഗ്രന്ഥവും അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷെ അവർ ശിർക്കും ചെയ്യുന്നു. പക്ഷെ അവർ അഹ്ലു കിതാബാണെന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന, മുഹമ്മദ് റസൂൽ അംഗീകരിക്കുന്ന, പരലോകത്തെ അംഗീകരിക്കുന്ന, ഖുർആൻ അംഗീകരിക്കുന്ന ആളുകൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും ചെയ്തതുപോലെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ അവരെയും അഹ്ലു കിതാബിന്റെ കൂട്ടത്തിൽ കൂട്ടിക്കൂടെ? അഹ്ലു കിതാബിൽപ്പെട്ട ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിക്കാം, ജൂത പെണ്ണിനെ കല്യാണം കഴിക്കാം, ഖുർആനിൽ പറഞ്ഞതാണ്. അത് വേറെ വിഷയം. അപ്പോ അങ്ങനെയാണെങ്കിൽ ശിർക്ക് ചെയ്യുന്ന ആളെ കെട്ടിക്കൂടെ? ശിർക്ക് ചെയ്യുന്ന ആൾക്ക് കെട്ടിച്ചു കൊടുത്തൂടെ? കാരണം അഹ്ലു കിതാബായി പരിഗണിച്ചൂടെ? ഇതിന് ഇബ്നു ബാസ് അടക്കമുള്ള പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട്. അഹ്ലു കിതാബ് എന്ന് പറയുന്നത് ജൂത ക്രിസ്ത്യാനികളായ ആളുകൾക്ക് മാത്രം പറയുന്ന പേരാണ്. അതല്ലാത്ത ഏത് ശിർക്ക് ചെയ്യുന്ന ആളുണ്ടോ അവനൊക്കെ മുശ്രിക്കാൻ, അവൻ അഹ്ലു കിതാബ് എടുത്താൻ പറ്റില്ല. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, പള്ളിയിൽ പോകുന്നു, ഹജ്ജ് ചെയ്യുന്നു, നോമ്പ് നോൽക്കുന്നു, എന്നാൽ ശിർക്കും ചെയ്യുന്നവൻ അവൻ ഖുർആൻ അംഗീകരിച്ചു, ഖുർആൻ എന്ന കിതാബ് അംഗീകരിച്ചു എന്നതുകൊണ്ട് അവൻ അഹ്ലു കിതാബ് ആകുന്നില്ല.
അത് അവർക്ക് മാത്രമുള്ളതാണ്. അവരുമായി ബന്ധപ്പെട്ട ചില ഇളവുകളും ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരാം, അവരറുത്തത് തിന്നാം, നമ്മൾക്ക് അവർക്കും അനുവദനീയമാണ്, പക്ഷെ അങ്ങോട്ട് കെട്ടിക്കൊടുക്കാൻ പറ്റൂല. അതുപോലെ തന്നെ അവർ ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുകയാണെങ്കിൽ ജിസിയ വാങ്ങി അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇത് 3 കാര്യങ്ങൾ അഹ്ലി കിതാബുകാർക്ക് അംഗീകരിച്ചു കൊടുത്ത കാര്യമാണ്. എന്നാൽ ശിർക്ക് ചെയ്യുന്ന ഒരുത്തനോട് ജിസിയ വാങ്ങാൻ പറ്റുമോ? ശിർക്ക് ചെയ്യുന്നവനെ അങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. ഇതൊന്നും പാടില്ല. ശിർക്ക് ചെയ്യുന്നവനെ അർത്ഥം കിട്ടാൻ പറ്റുമോ? ഇല്ല. കാരണം അവൻ ഖുർആൻ അംഗീകരിക്കുന്നു എങ്കിലും അവൻ അഹ്ലി കിതാബല്ല. അത് അവർക്ക് മാത്രം പറയുന്നവരാണ്. അപ്പൊ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്. ഇവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരല്ലേ, പിന്നെ എങ്ങനെ അവരെ മുശ്രിക്കെന്ന് പറയും, അല്ലെങ്കിൽ ശിർക്കുള്ളവർ പറയും? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളവരല്ലേ, അവർ അഹ്ലി കിതാബ് പെടുത്തിക്കൂടെ? അപ്പൊ അത് രണ്ടിനും യാതൊരു വകുപ്പുമില്ല. ഇതാണ്. അപ്പൊ ഇത് സാധാരണക്കാരായ ആളുകൾക്കല്ല, അല്ലാത്തവർക്ക് പോലും ഈ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശരിയായ അർത്ഥവും വ്യാഖ്യാനവും അതിന്റെ അന്തസത്തയും കൃത്യമായി ഇനിയും പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ആ ദഅവത്ത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രബോധകരും വിശ്വാസികളും മുവഹിദുകളുമാകാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ഈ വെളിച്ചം ആളുകൾക്ക് എത്തിക്കാനുള്ള അവസരവും അത് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖും അല്ലാഹുവേ മുസ്ലിങ്ങൾക്ക് തൗഹീദിന്റെ ആളുകൾക്ക് നീ നൽകണമേ റഹ്മാനെ. നാളെ പരലോകത്ത് യഥാർത്ഥ മുവഹിദുകളായി പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ശിർക്കിന്റെ യാതൊരു കലർപ്പുമില്ലാത്ത ആളുകളിൽ ഉൾപ്പെടാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ.